ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ള ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റമദാനൊക്കെ അല്ലേ അടുത്ത് വരുന്നത്. അപ്പോൾ എനിക്ക് ജിൽബാബിൻ്റെ കുറച്ചധികം സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ കുട്ടികളുടെ മാത്രമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ 10 വയസ്സായ കുട്ടികൾക്കുള്ള മെഷർമെൻറ്റിലാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ക്ലോത്തിൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ വൈറ്റിലൊരു സ്റ്റാർ വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് ഇത്. ഞാൻ ടോട്ടൽ 22 മീറ്ററാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. അപ്പം ഞാനിത് വലിയവർക്ക് വേണ്ടി 4 എണ്ണവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 എണ്ണമാണ് ഈ ഒരു 22 മീറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. വലിയവർക്ക് വേണ്ടിയിട്ട് ഓരോന്നിലും 4 മീറ്ററാണ് കേട്ടോ എടുക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് 3 മീറ്റർ ക്ലോത്തിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇറക്കത്തിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ 3 മീറ്റർ മുഴുവനായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് ഞാൻ ആദ്യം തന്നെ 4 മീറ്റർ വീതം 4 ജിൽബാബിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന 6 മീറ്റർ 3 മീറ്റർ വീതം 2 ജിൽബാബ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്ക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 10 വയസ്സായ കുട്ടികൾക്കാണ് കേട്ടോ ചെയ്യുന്നത്. 10 മുതൽ 12 വയസ്സ് വരെ ഈ ഒരു 3 മീറ്റർ ധാരാളം ഉണ്ടാവും കേട്ടോ. ഈ ഒരു 3 മീറ്റർ എന്ന് പറയുന്നത് ഇഞ്ച് കണക്കിൽ നോക്കുകയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറയുമ്പം ഏകദേശം 40 ഇഞ്ചസാണ്. അപ്പോൾ നമ്മൾ ഈ 3 മീറ്റർ നമുക്ക് 120 ഇഞ്ചസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു 10 വയസ്സായ കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ട് പിന്നെ നമുക്ക് താഴേക്കും എക്സ്ട്രാ ഒരു ലെങ്ത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 55 മുതൽ 60 ഇഞ്ചസ് വരെ നമുക്ക് എടുത്താൽ ഒരു ഭാഗത്ത് കേട്ടോ, ഒരു സൈഡിൽ 60 ഇഞ്ചസ് വരെ എടുത്താൽ നമുക്ക് നല്ല ലെങ്ത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസാണ്. അപ്പോൾ എനിക്ക് അത്രയും ഇഞ്ചസ് വീതി വേണ്ട. അപ്പോൾ ഞാനിതുപോലെ 10 ഇഞ്ചസ് കുറച്ചിട്ട് ഒരു 34 ഇഞ്ചസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുറിച്ച് മാറ്റുമ്പോൾ കുട്ടികളുടെ ജിൽബാബിൻ്റെ വീതി എന്ന് പറയുന്നത് 17 ഇഞ്ചസ് ആയിരിക്കും കേട്ടോ വൺ സൈഡിൽ. അപ്പം ഈ ബാക്കി വന്നിട്ടുള്ള ഈ 10 ഇഞ്ചിൻ്റെ ഒരു പീസില്ലേ, ഇതിലാണ് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനൊരു 15 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിൽ ഞാൻ ഈ ജിൽബാബിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചെറിയൊരു പൗച്ചും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ ഞാൻ നമ്മുടെ മക്കനയുടെ ബാക്കിൽ ഇലാസ്റ്റിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പൗച്ചിന് വേണ്ടിയിട്ട് ഒരു കയറ് കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ജിൽബാബിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസിനെയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 മീറ്റർ ലെങ്ത്തുള്ള ഈ ഒരു ക്ലോത്തിനെ ഞാൻ ഇതുപോലെ നിവർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് നമുക്ക് മടക്കി ഒന്ന് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു കോർണർ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ മക്കനയുടെ ഭാഗം വരുന്നത്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ മക്കന അവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 9 ഇഞ്ചസിൻ്റെ ഒരു ഗ്യാപ്പ് ഞാൻ ഫേസിന് വേണ്ടിയിട്ട് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു 9 ഇഞ്ചസ് ഗ്യാപ്പ് വിട്ടിട്ട് താഴെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ആ മക്കനയുടെ എഡ്ജുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇതുപോലെ ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഈ ഒരു കോർണറിലാണ് സ്ലീവ്സ് രണ്ടും ജോയിൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എഡ്ജിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇലാസ്റ്റിക് ചെയ്തിട്ടാണ് ഇതിൻ്റെ എഡ്ജ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഡബിൾ സ്റ്റിച്ചാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് 2 സ്റ്റിച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു ഇലാസ്റ്റിക്കാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ജിൽബാബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ്സിൻ്റെ 2 എഡ്ജിലും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈനിലാണ് ഇലാസ്റ്റിക് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മക്കനയുടെ ബാക്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ജിൽബാബ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജിൽബാബിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പൗച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ജിൽബാബ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കുള്ളതാണെങ്കിൽ 3 മീറ്ററും വലിയവർക്കുള്ളതാണെങ്കിൽ 4 മീറ്റർ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ജിൽബാബിന് വേണ്ടിയിട്ട് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഞാൻ വലിയവർക്കുള്ളത് 6 എണ്ണവും ചെറിയവർക്കുള്ളത് 2 ജിൽബാബും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.